رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ മക്കത്ത് ഒന്ന് അള്ളാഹു പ്രത്യേക ആദരവ് നൽകി ആദരിച്ച ഹറം എന്ന് പറയുന്ന സ്ഥലം. അവിടെ വേട്ടയാടാൻ പാടില്ല. അവിടത്തേക്ക് പോകുന്ന സമയത്ത് ഇഹ്റാമിൻ്റെ വേഷത്തിൽ പോകണം. അവിടെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ പോലും പാടില്ല. അവിടെ പിന്നെ ഒരു നല്ല കാര്യം ചെയ്താൽ ഒന്നിന് 1,00,000 കിട്ടും. ഇങ്ങനെ പ്രത്യേക പവിത്രതയും ബഹുമാനവുമുള്ള സ്ഥലത്തിനാണ് ഹറം എന്ന് പറയാം. അല്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മളെ നാടൊക്കെ ഹില്ല, ആ പവിത്രതയില്ലാത്ത എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും ഹില്ല് എന്ന് പറയും. അതാണ് ഹില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹറം എന്ന് പറയുന്നത് അറബി പദമായതുപോലെ ഹില്ല് എന്നതും അറബി പദമാണ്. ഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹറാമാണെന്നൊക്കെ പറയില്ലേ, അവിടെ പല കാര്യങ്ങളും ഹറാമായതുകൊണ്ടും അതുപോലെ പ്രത്യേക ആദരവുള്ളത് കൊണ്ടുമൊക്കെയാണ് ഹറം എന്ന് പറയാം. ഭാര്യയെക്കുറിച്ച് അത് തൻ്റെ ഹരീമാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഹറമാണ് എന്നൊക്കെ പറയും. ഇവിടെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ അതെൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത് എൻ്റെ ഹറം അല്ലെങ്കിൽ ഹരീം എന്നൊക്കെ പറയും, ഹുർമ എന്നും പറയും. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, അവൾ പവിത്രതയാണ്, ഒരു കല്യാണം കഴിക്കപ്പെട്ട പെണ്ണാണ്, അവിടെ ഒരു എന്താണ് സൂക്ഷ്മതയോടുകൂടെ കാണേണ്ടുന്ന വ്യക്തിയാണ് എന്നറിയിക്കുന്നത്. എന്നതുപോലെ ഹറം എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുള്ള ഇടമാണ്. അല്ലാത്തതോ ഹില്ല് നമ്മുടെ നാട് ഹില്ലാണ്. ജിദ്ദേന്ന് അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട് മക്കത്തേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഹറമിൻ്റെ കമാനം കാണാം. ആ കമാനം എത്തിയാലാണ് ഈ പ്രത്യേക പവിത്രതയുള്ള ഇടം. അത് എത്തുന്നതിന് മുന്നുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ്, ഹില്ലാണ്. അപ്പോൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ ആ ഹറമിൻ്റെ പുറത്ത് കിടക്കുക, ഈ പ്രത്യേക പവിത്രതയുള്ള സ്ഥലത്തിൻ്റെ പുറത്ത് കിടക്കുക. പിന്നെ ഇഹ്റാം ചെയ്യാൻ പള്ളി തന്നെ വേണമെന്നില്ല, എവിടെ വെച്ചും ഇഹ്റാം ചെയ്യാം. പക്ഷേ മീക്കാത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മീക്കാത്തുകളൊക്കെ പിൽക്കാലത്ത് പള്ളി ഉണ്ടാക്കി, നബിതങ്ങൾ ഉണ്ടാക്കിയതല്ല പള്ളി. പിൽക്കാലത്ത് ആ സ്ഥലത്തെ ആദരിച്ചുകൊണ്ട് പള്ളി ഉണ്ടാക്കി. അപ്പോൾ അവിടെ വെച്ച് സുന്നത്ത് നിസ്കരിച്ച് ഇഹ്റാം ചെയ്യാം.